ചിലവർക്കൊരു ധാരണയുണ്ട്, ഗൾഫ് ജീവിതം അല്ലെ പ്രവാസ ജീവിതം ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. ഈയിടെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടതാണ്, പ്രവാസികൾ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, കുബൂസൊക്കെ ഇപ്പോഴും അവർ കഴിക്കുന്നതെന്നൊക്കെ പറയുമ്പം അതിനടിയിൽ ചിലവർ വന്ന് കമൻ്റ് ഇട്ടേക്കുന്നത്, അങ്ങനൊന്നുമല്ല, പ്രവാസ ജീവിതം, ഞങ്ങളൊക്കെ പ്രവാസികളാണ്, ഞങ്ങളൊക്കെ നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ നല്ല ആഹാരം കഴിച്ചും ഞങ്ങളുടെ കാര്യം നോക്കിയിട്ടൊക്കെയാണ് നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നത്. എൻ്റെ സുഹൃത്തെ, ചിലപ്പോൾ നിങ്ങളുടെ കാര്യം ശരിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു സാലറിയിലോ നല്ലൊരു ജോബിലോ ആയിരിക്കും വന്ന് കയറിയേക്കുന്നത്, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് അറിയാത്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ പ്രാരാബ്ദം എന്താണെന്നറിയാത്ത വീട്ടിൽ നിന്ന് കയറി വന്നതായിരിക്കും നിങ്ങൾ അയച്ചു കൊടുത്തില്ലേലും നിങ്ങളുടെ വീട് കഴിയാനുള്ളതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ വീട്ടുകാർ, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കത് അറിയാത്തതിന് ബുദ്ധിമുട്ട്. എന്നാലേ സ്വന്തം കുടുംബം പോറ്റാൻ, സ്വന്തം കുടുംബത്തെ പട്ടിണി മാറ്റാൻ പലയിടത്തു നിന്നും കടമെടുത്തുമൊക്കെ കയറി വന്ന പല പ്രവാസികളും ഉണ്ട് ഇവിടെ. ചിലപ്പം 3, 4, 5 നേരമൊക്കെ നാട്ടിൽ ആഹാരം കഴിച്ച ആളുകളായിരിക്കും ഇവിടെ വന്നിട്ട് ചിലപ്പോൾ 2 നേരം പോലും ആഹാരം കിട്ടത്തുള്ളൂ, ചിലപ്പോൾ 2 നേരം കഴിക്കാൻ പറ്റത്തുള്ളൂ ആഹാരം. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ടെന്നേ. അതുകൊണ്ട് എല്ലാ പ്രവാസികളും ഒരുപോലാണെന്ന് പറയരുത്. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്, നന്നായിട്ട് വെയിൽ കൊണ്ടും നന്നായിട്ട് കഷ്ടപ്പെട്ടും സമയം പോലും നോക്കാതെ കടന്ന് മാട് പോലെ കിടന്ന് പണിയെടുക്കുന്ന പലരെ ആട്ടും തുപ്പും കേട്ട് ജീവിക്കുന്ന പ്രവാസികളുണ്ടെന്നേ. ഈയിടെ ഒരു ചേട്ടൻ, സന്തോഷം എന്ന് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിന് ഈയിടെ വാട്സാപ്പ് മെസ്സേജ് ഇട്ട്, ചേട്ടാ സുഖമാണോ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്ത് കഴിച്ചെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ്, എടാ അത് എൻ്റെ അറബി കുറച്ച് കിഴങ്ങും അതും ഇതൊക്കെ കൊണ്ടു തന്ന് അത് ഞാൻ ഉപ്പിട്ട് വെള്ളത്തിൽ വേവിച്ചിട്ട് അത് കഴിച്ച്. അപ്പം ഞാൻ പുള്ളിയെ വഴക്ക് പറഞ്ഞു, എന്തിങ്ങനെ കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുക, എടാ അത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ലേ, നല്ലതല്ലേ എന്ന്. ഒരിക്കലും അതുകൊണ്ടല്ല, അതൊക്കെ പുള്ളിക്ക് കിട്ടുന്നുള്ളൂ. മിക്കപ്പോഴും കുബൂസും അച്ചാറും ആയിരിക്കും കഴിക്കുന്നത് ആ ചേട്ടൻ. എനിക്കറിയാം ആ ചേട്ടൻ്റെ ബുദ്ധിമുട്ട്. നാട്ടിൽ ലീവിന് ചെന്ന് കഴിഞ്ഞാൽ 1 ദിവസം അല്ല 2 ദിവസം എങ്ങാനും തിരിച്ച് കയറി പോകാൻ ലേറ്റായാൽ, ഗൾഫിലോട്ട് കയറി വരാൻ ലേറ്റായാൽ വീട്ടുകാരുടെ മുഖം കയറുക്കുമെന്ന്. കാര്യം വീട്ടുകാർക്ക് പൈസ മതി, മക്കൾക്കുൾപ്പെടെ. എങ്ങനെയുണ്ട് ജീവിതം? അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടോ ഗൾഫിൽ? കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ മനസ്സിലാക്കാതെ പോലും വീട്ടുകാർ മനസ്സിലാക്കണം, അത് നാട്ടുകാർ മനസ്സിലാക്കിയിരിക്കണം. ഓരോ പ്രവാസികൾക്കും ഓരോരോ ബുദ്ധിമുട്ടുകളുണ്ടെന്ന്. അല്ലാതെ ഗൾഫ് ഒരു സുഖമുള്ള ജീവിതമൊന്നുമല്ല. ഇവിടെ വന്ന് പണം കായ്ക്കുന്ന മരം ഉണ്ടെന്നേ, വെറുതെ പറയുന്നേ, വന്ന് നോക്കി ഒന്ന് അനുഭവിക്കണം. നാടും വീടും സന്തോഷങ്ങളും എല്ലാം ഉപേക്ഷിച്ച്, ഫ്രണ്ട്സിനെ എല്ലാം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്നവൻ്റെ ജീവിതം നിങ്ങൾക്ക് അറിയത്തില്ല.